നമസ്കാരം. ആ അല്ല ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങളായല്ലോ. ആയിക്കോട്ടെ അല്ല ഞാൻ ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ആയിക്കോട്ടെ. നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫി ഇത് ആരാണ് കപ്പെടുക്കാൻ സാധിച്ചത്? നമ്മള് 2025 AICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് വരികയാണ്. അപ്പോ ഒന്ന് നമ്മൾക്ക് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ന്യൂസിലൻഡാണ് ഒരു ഗ്രൂപ്പ്. നമ്മളെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനായിട്ടുള്ള കളി ആയതുകൊണ്ട് ആദ്യത്തെ മത്സരം മുതൽ തന്നെ ഫൈനലാണ്. കാരണം നമുക്ക് ഈ കളി നടക്കുന്നത് ഏഷ്യയിലാണ്, പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനിൽ പോയിട്ട് ഇന്ത്യ കളിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഗൾഫിലാണ് കളിക്കുന്നത്. അതിൽ പാകിസ്ഥാനിൽ കളി നടക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് വരികയാണ്. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിൽ ശരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത കിടക്കുന്നത് ഏഷ്യൻ ടീമുകൾക്കാണ്. അതിൽ തന്നെ ഏറ്റവും സാധ്യത കൂടുതൽ പാകിസ്ഥാനാണ്. ഇന്ത്യക്ക് ശരിക്കും വന്നു കഴിഞ്ഞാൽ എന്താ പറയാ, തുടക്കമേ തോതിൽ ഫൈനലാണ്. എല്ലാ മത്സരം ഇന്ത്യക്ക് ഫൈനലായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതായത് പാകിസ്ഥാനിൽ നടക്കുന്നു. പാകിസ്ഥാന്റെ ഒരു കളി എന്ന് പറയുമ്പോൾ നമ്മൾ ഷാർജയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളിച്ചിട്ടുള്ള കാലങ്ങളിലൊക്കെ ഇന്ത്യ തോറ്റ ചരിത്രമുള്ളൂ. പാകിസ്ഥാൻ അല്ലാത്ത ടീമിന് ഇന്ത്യ കളിക്കുമ്പോൾ നമ്മൾ ജയിക്കുന്നു. പക്ഷെ എപ്പോഴും പാകിസ്ഥാൻ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പാകിസ്ഥാനിൽ പോയിട്ട് ഇന്ത്യ കളിക്കാൻ പോകാത്തതിന്റെ പല കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ കളിക്കാൻ പോയിട്ട് പാകിസ്ഥാനിൽ പോയിട്ട് ജയിച്ചു പോരാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. കാരണം പാകിസ്ഥാൻ ഗ്രൗണ്ടിൽ പോയിട്ട് ഇന്ത്യക്ക് ജയിച്ചു വരാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. പുറത്ത് ഏത് ഗ്രൗണ്ടിലും ഇന്ത്യ ജയിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് എന്താ പറയാ, ഈ പാകിസ്ഥാനാണ് കൂടുതൽ അഡ്വാൻറ്റേജ്. പറഞ്ഞു വരുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് കപ്പ് കിട്ടാൻ സാധ്യത എന്നാണോ? അല്ല, നമ്മൾ ഇന്ത്യ ജയിക്കില്ല എന്നുള്ള ഉദ്ദേശം. സെമിയിലെത്താൻ തന്നെ നമുക്ക് വളരെ ടഫാണ് ഇപ്പോഴത്തെ പൊസിഷനിൽ. സെമിയിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും ഒരു ഗ്രൂപ്പിൽ നിന്ന് സെമിയിൽ എത്തുകയാണെങ്കിൽ പാകിസ്ഥാൻ സ്വാഭാവികമായിട്ട് ഓസ്ട്രേലിയ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക, ഇംഗ്ലണ്ടൊക്കെ ആയിട്ട് ഏറ്റുമുട്ടി തോൽക്കുകയാണെങ്കിൽ ഇന്ത്യ സെമിയിൽ ജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇന്ത്യക്ക് സാധ്യതയുണ്ട്. കാരണം ഒരു ഇന്ത്യയുടെ ഗ്രൂപ്പിലാണ് പാകിസ്ഥാനും ഇന്ത്യയും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനായിരിക്കും മിക്കതും സെമിയിലേക്ക് എത്തുക. ഇന്ത്യ പാകിസ്ഥാൻ്റെ അടുത്ത് തോൽക്കുകയാണെങ്കിലും ന്യൂസിലൻഡിനെയും ബംഗ്ലാദേശിനെയും തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യക്ക് രണ്ടാം സ്ഥാനത്തോടെ തന്നെ സെമിയിലെത്താൻ പറ്റും. ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിക്കുകയാണെങ്കിൽ തന്നെ സെമിയിൽ പാകിസ്ഥാൻ ഒരുപക്ഷെ ഇംഗ്ലണ്ടിനെ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കനെ, ഓസ്ട്രേലിയനെ നേരിടേണ്ട സാഹചര്യം വരുമ്പോൾ അവർക്ക് പാകിസ്ഥാനെ തോൽപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യ ഫൈനലിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് മാറും. കാരണം ഗ്രൗണ്ട് കാണികളെല്ലാം ഇന്ത്യക്ക് അനുകൂലമായിട്ട് മാറും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ഫൈനൽ വരികയെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനൊരു സാധ്യത കൂടുതലുണ്ട് എന്നാണ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു എഡ്ജ് പാകിസ്ഥാൻ അനുകൂലമായി മാറാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു. ഇന്ത്യ തോൽക്കുമെന്നല്ല, സാധ്യതകൾ എന്നാണ് പറഞ്ഞു. ഓക്കെ.